ഹല്ലേലൂയ. അപ്പോൾ എബ്രായ ലേഖനത്തിൽ വരുമ്പോൾ 11-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. സ്തോത്രം. ആരാ കണ്ടത്? അമ്മയപ്പന്മാർ കണ്ടു. അവർക്ക് വായിച്ചു. അമ്മ മാത്രമല്ല, അപ്പനും. മക്കളെ വളർത്തുന്നതിൽ അപ്പനും അമ്മയ്ക്കും റോളുണ്ട്. ചില വീട്ടിൽ നിന്നറിയാം, അപ്പനും രാവിലെ ഒരു പോക്ക, പിന്നെ വന്നു കയറുന്നത് രാത്രി 11 മണിക്ക്. എന്നാ അപ്പന്? മക്കളെ വളർത്തുന്നതിൽ അപ്പനും അമ്മയ്ക്കും റോളുണ്ട്. രണ്ടുപേരും കൂടെ വളർത്തണ്ടേ. സ്തോത്രം. രണ്ടുപേരും കൂടെ വളർത്തിയ ഗുണം എന്താണെന്നറിയോ? അപ്പൻ കക്ഷിയും അമ്മ കക്ഷിയും കാണത്തില്ല. അപ്പൻ വൈകിട്ട് വന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പാർട്ടികൾ മുഴുവൻ അമ്മ കക്ഷിയായിരിക്കും. പിന്നെ കുറേ കഴിയുമ്പോൾ ഞാനിവിടെ എന്നെ വല്ലവർക്കും വേണം, എന്നെ വല്ലവർക്കും വേണം. അപ്പൻ ചോദിക്കുക, എന്നെ വല്ലവർക്കും? അതിന് താൻ വീട്ടിലുണ്ടായിട്ടും വേണ്ട, തന്നെ വേണമെന്ന് ചോദിക്കുക. ആർക്കണ്ടൊക്കെ കൊള്ളുന്നുണ്ടെന്ന് തോന്നുന്നു. സ്തോത്രം. രണ്ടുപേരും കൂടെ വളർത്തണ്ടേ. ചിലർ പറയും ഞങ്ങളുടെ കഴിഞ്ഞു പോയി വാസ്തവ, വളർത്തൊക്കെ കഴിഞ്ഞെന്ന്. ഞാൻ ഇനിയുള്ളവരുടെ കാര്യം ഞാൻ പ്രൈസ് ഗോഡ്, ഇപ്പോൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ അപ്പനും അമ്മയ്ക്കും സ്വതന്ത്രം. ഇപ്പോൾ കുഞ്ഞുങ്ങൾ വളരുന്ന അവരൊക്കെ എഴുതിയെടുക്കുന്നുണ്ട് നോട്ട്. സ്വതന്ത്രം. കല്യാണം കഴിക്കാനുള്ളവർ എഴുതുന്നുണ്ടെന്ന് തോന്നുന്നു. കൊള്ളാം, നോട്ട് ചെയ്ത് വെച്ചോ. സ്തോത്രം. അപ്പോൾ രണ്ടുപേർക്കും റോളുണ്ട്. സ്തോത്രം. ഇനിയിപ്പോൾ അപ്പൻ്റെ റോളും അമ്മയുടെ റോളൊക്കെ എടുക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്തോത്രം നമ്മുടെ സമയം പോകും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ആത്മീയ അന്തരീക്ഷത്തിൽ കുഞ്ഞുങ്ങൾ വളരണമെങ്കിൽ, പഠിക്കണമെങ്കിൽ രണ്ടു പേരും വിചാരിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. സ്തോത്രം. അർത്ഥം, പള്ളിയിലും വീട്ടിലും അപ്പനെയും അമ്മയും കാണുമ്പോൾ ഒരേ സ്വഭാവമായിരിക്കണം. മക്കൾ നോക്കുമ്പോൾ, എൻ്റെ അപ്പൻ പള്ളിയിൽ എന്നെ അടിപൊളി ആരാധനയാണ്, എൻ്റെ അപ്പൻ പള്ളി ഭയങ്കര വിശുദ്ധന, എൻ്റെ അമ്മ പള്ളിയിൽ സ്തോത്രം സ്തോത്രം കന്യകമറിയാമോ, എൻ്റെ വീട്ടിൽ വന്നാലോ എൻ്റെ പൊന്നെ സ്തോത്രം ഞങ്ങളുടെ വീടൊരു നരകമാണെന്ന്. അത് പാടില്ല. സ്തോത്രം. വീട്ടിലെങ്ങനാണോ അങ്ങനെ തന്നെ ആയിരിക്കണം